ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു ഫ്രെയിമാണ് ബാക്കിലുള്ളത്. എന്താ ഏതാ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം വേറൊന്നുമല്ല, 2025 നമ്മൾ പുതിയൊരു പരിപാടിയായിട്ട് വന്നേക്കാണ്. ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2025 നമ്മൾ പുതിയ കുറേ പരിപാടികളായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ 2025 കണ്ടുപിടിച്ച ഫസ്റ്റ് പരിപാടി 2025 ഏകദേശം ഒരു 5-6 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ഞാനല്ല, എൻ്റെ 2 ചങ്ങായിമാരുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് വീടിൻ്റെ പണി. വീടിൻ്റെ എന്നല്ല, വീടായിക്കോട്ടെ, ഷോപ്പ് ആയിക്കോട്ടെ, ഇന്റീരിയർ വർക്ക് ആയിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, 3D കാണിക്കണോ, എന്ത് പരിപാടിയും നമ്മൾ ഈ വക വള്ളികളെല്ലാം പിടിക്കാനായിട്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി പുതിയ കമ്പനി അല്ല, ഞാൻ ഇപ്പം അവരുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്യാരേജിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ചെയ്യുന്നുണ്ട്, പ്ലംബിങ് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, ക്ഷമിക്കുക. അവരുടെ പണി തടസ്സപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ്. സോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തതാണ്. ആൻഡ് ഫൈനലി ഇവർ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അശ്വിൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്, ജീവൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ ദുബായിൽ, പിന്നെ ഒരു മൊയ്നു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരുടെ ദുബായിൽ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ദുബായിൽ ഇനി മടുത്ത്, ദുബായിൽ ഓൾമോസ്റ്റ് എല്ലായിടും ആയി, ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികളിലും വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയി. അങ്ങനെ ഇവർ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കിത് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഡിസൈൻ അറിയാവുന്നവനെ കണ്ടുപിടിക്കണം. അതുപോലെ കൺസ്ട്രക്ഷൻ ടീം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എങ്കിൽ പോലും ഇത്രയും ഒരു പ്രീമിയം വീടൊക്കെ കിട്ടുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട്, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഗ്യാരേജിൻ്റെ കാര്യം ഞാൻ ചെയ്തു തരുന്നു, നിങ്ങൾക്കറിയാം നമ്മൾ ഏത് ക്വാളിറ്റിയിലാണ് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങാൻ നേരം നമ്മൾ ഫുൾ ടീമിനെ വെച്ച് വേണം ഇറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഒരു ടീം ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ് ബാക്കിൽ കാണുന്നത്. സോ ഇത് നേരത്തെ വർക്ക് തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയണ്ടേ ഇവന്മാർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. സോ അങ്ങനെ ഇപ്പം ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ സംരംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ യെല്ലോ ഗോസ്റ്റ്. അപ്പോൾ എനിക്കിതൊരു പുതിയ ഫീൽഡാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഒരു വീടിൻ്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാം എന്നൊരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരാണ് വെൽവോക്ക് എന്ന് പറയുന്നത്. സോ ദുബായിലൊക്കെ നിങ്ങൾ തിരക്കാൻ മനസ്സിലാക്കും, ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീടായിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് പേര് കേട്ട ബ്രാൻഡ്സ് ആയിക്കോട്ടെ. ഞാൻ ബ്രാൻഡിൻ്റെ ലോഗോ എല്ലാം താഴെ വയ്ക്കാം. ഒരുപാട് പേരുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് ഇനിയിപ്പോൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദുബായിലുള്ള ഒരു ക്ലയൻറ്റിൻ്റെ വീടാണിത്. സോ അപ്പോൾ അവരാണ് ഫസ്റ്റ് നാട്ടിൽ ഇതേപോലെ ഒരു പ്രോജക്റ്റ് ചെയ്തു തരണം എന്ന് പറഞ്ഞത്. അപ്പോൾ നാട്ടിൽ ഓൾറെഡി നമുക്ക് ഈ ഡിസൈനർ ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നാട്ടിൽ ചെയ്തുകൂടാന്ന് നോക്കിയപ്പോൾ നാട്ടിൽ കറക്റ്റായിട്ട് ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസിൽ ഇവർക്ക് മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നു പോകുമായിരുന്നു. അപ്പോൾ നാട്ടിൽ ഇതുവരെ ബേസ് ആയിട്ട് എല്ലാവരും ദുബായ് ബേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചോദ്യം വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റാണ് ഈ വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ കാൾസ് ഉണ്ട്. അപ്പോൾ ജീവൻ ഓൾറെഡി ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ 2-3 വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് കാൾസിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട്, അശ്വിൻ എന്നാണ് പേര്, ഞാൻ കാൾസ് എന്ന് വിളിക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങയാണ്. എൻ്റെ സ്റ്റോറിയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. സോ ഗോസ്റ്റിസ് ഗ്യാരേജ് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണോ ഉള്ളത് അതിൻ്റെ 10 ഇരട്ടി മെച്ചമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ ഒരു ലൈഫിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചെയ്യുന്നതായിരിക്കും ഒരു വീട്. അപ്പം ഞാൻ അങ്ങനെ പണിത് പഠിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ സിവിലുമായിട്ട് പഠിച്ചതല്ല. അപ്പോൾ ഇത് പഠിച്ച ഒരു ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫീൽഡിലേക്ക് എൻ്റർ ആവാം എന്നൊരു വിശ്വാസം, അതുപോലെ തന്നെ ഇവർ അത്യാവശ്യം നമ്മുടെ എല്ലാ ക്ലയൻറ്റിനെ നല്ലപോലെ ട്രീറ്റ് ചെയ്യും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിതൊരു ടീമായിട്ട് വെൽവോക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ എൻ്റെ പുതിയൊരു സംരംഭമാണ് വെൽവോക്ക് എന്ന് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ വീടൊന്ന് റെനോവേറ്റ് ചെയ്യാൻ വയ്ക്കുന്നവർക്കായിക്കോട്ടെ, അല്ല ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാവർക്കും, ഇന്റർലോക്കിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മതിലിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ ഈ ഒരു സ്ട്രക്ചർ പണിയുന്ന ആയിക്കോട്ടെ, ഇന്റീരിയർ ഡിസൈനിങ് ആയിക്കോട്ടെ, കിച്ചൺ മോഡിഫിക്കേഷൻ ആയിക്കോട്ടെ, മോഡുലാർ കിച്ചൻ്റെ വർക്ക് ആയിക്കോട്ടെ, വാട്ടെവർ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കോട്ടെ, പ്ലംബിംഗ് വർക്ക് ആയിക്കോട്ടെ, അല്ല ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ, വാട്ടെവർ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മൊത്തത്തിൽ എടുക്കാനുള്ള ആയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു ബേസിക്, ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കാൾസിനെ കൂടെ കൂട്ടി നമുക്ക് ഈ വീടിൻ്റെ അകത്ത് നമ്മൾ ബാക്കി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ
ഓടി സെക്കൻഡ് ഫ്ലോറിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വേറെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി പണിക്കാരെ മെനക്കെടുത്തിയിട്ട് വീഡിയോ എടുക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഇന്നിപ്പം മേളിലുള്ള പണിക്കാരെ കുറച്ച് താഴേക്ക് വിട്ടിട്ട് നമ്മൾ വന്നേക്കാണ്. അപ്പം ഈ ഒരു ഫോട്ടോ ഒന്ന് കാണുക നിങ്ങളെല്ലാവരും. അപ്പോൾ ഈ ഒരു തീമിലാണ് നമ്മളിപ്പോൾ ഒരു റൂം സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെയൊക്കെ ഏകദേശം വന്നിട്ടുണ്ടോ എന്ന് നോക്കി പറയാം. കാണാമല്ലോ അല്ലേ? അപ്പോൾ വീണ്ടും ഈ ക്യാമറയുടെ ബാക്കി അംബുജ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ അശ്വിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ വീഡിയോ എന്നൊക്കെ പറയുന്ന കാര്യം ഒരുവിധം പേടിയാണ്, ഞാൻ വേണം കൊണ്ടുവരാൻ. അപ്പോൾ യൂട്യൂബ് മുഖത്തിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഇങ്ങ് വാ പറ. അപ്പം അശ്വിനാണ് സെറ്റ് ചെയ്തത്. ഇതാ ഞാൻ കാൾസ് എന്ന് വിളിക്കും കേട്ടോ, ഹൈറ്റ് ഉണ്ടോ? ഭയങ്കര സംഭവമാണ്. എന്നെ ആരും എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇവന് വന്നിട്ട് എനിക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അശ്വിനാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തത്. ജീവനുണ്ടല്ലേ? സോ അപ്പം രണ്ടുപേരാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ജിപ്സം സീലിംഗ് അല്ലേ? ജിപ്സം സീലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് മെറ്റീരിയലാണ്? ഇത് ഫുള്ള് മറൈൻ പ്ലേ ആണ്. മറൈൻ പ്ലേ. ഈ കബോർഡ്സ് ആയാലും ബെഡ് ആയാലും കോട്ടായാലും എല്ലാം മറൈൻ പ്ലേയിലാണ്. എല്ലാം മറൈൻ പ്ലേയിൽ നമ്മുടെ പണിക്കാർ ഇവിടെ ഇട്ട് ചെയ്തതല്ലേ? എല്ലാം നമ്മുടെ പണിക്കാർ ഇവിടെ വന്ന് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും പറയുന്നു, വർക്കിന്റെ സൈഡ് ഇപ്പോൾ പലരും കംപ്ലീറ്റ് ചെയ്ത വീഡിയോസ് വന്ന് എൻ്റെ ലൈക്ക് അതായത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത വീടാണ്, ഞാൻ ചെയ്ത വർക്കാണെന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഫോണൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ യൂട്യൂബിന്റെ കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കാണിക്കും. പക്ഷേ ഒരു സൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ ഗ്യാരേജിന്റെ കാര്യത്തിലും ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജെന്യൂനിറ്റി നിങ്ങൾ കാണണം. അപ്പോൾ നമ്മുടെ പണിക്കാർ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ഒരു പകുതി വർക്കായല്ലേ? അല്ല, ഒരു 80% കംപ്ലീഷൻ ആയി. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ബാക്കി മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് ലാസ്റ്റ് ഫൈനൽ വർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 80% വർക്ക് കഴിഞ്ഞതാണ്. ഇത് പുറത്തേക്ക് വരണം. അത് ബാൽക്കണിയാണ്. ബാൽക്കണി. അപ്പൊ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, നോക്കാം. ബാൽക്കണി ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാൽക്കണിയിൽ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാൽക്കണി ഫുൾ ഓപ്പൺ ആയിരുന്നു, അതായത് ഫുള്ള് ടെറസിലേക്ക് ആക്സസ് ഇല്ലായിരുന്നു. നമ്മൾ ഈ സൈഡും ക്ലോസ് ചെയ്തു. പിന്നെ അതിന് ഒരു സീലിംഗ് വരും, പിന്നെ ഫ്ലോറിംഗ് ചെയ്യും, പിന്നെ 2 ഫേർണിച്ചേഴ്സ് ഇടും. അത്രേ ഉള്ളൂ, ജസ്റ്റ് ചെറിയ മിനിമൽ വർക്ക്സ്. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഈ വീട് പണിയുന്നവർക്ക് എങ്ങനെ വീഡിയോ കാണിക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഈ വീഡിയോയിലൂടെ മാക്സിമം ഏറ്റവും നല്ല ക്യാമറയും മൈക്കും അതുപോലെ തന്നെ ഏറ്റവും നോളജ് ഉള്ള ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക, ഞാൻ ഫസ്റ്റ് ആണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് വരുന്നത് അല്ലേ, ബാത്റൂം. സോ ഇതിനകത്ത് വർക്കും കാര്യങ്ങളൊക്കെ ഇത് ആദ്യം ഒരു സിംഗിൾ ബാത്റൂം ഇവിടം വരെ ഉള്ളായിരുന്നു. ഈ ബ്ലാക്ക് ഏരിയ എത്രയാണുള്ളത് അതുവരെ ഉള്ളായിരുന്നു. നമ്മൾ അപ്പുറമുള്ള ബാത്റൂമും കൂടി എടുത്ത് ആ പാർട്ടീഷൻ കട്ട് ചെയ്ത് ഒറ്റ സിംഗിൾ ബാത്റൂം ആക്കി. അപ്പം ആ സൈഡ് വെറ്റ് ഏരിയ അല്ല, ആ സൈഡ് ഡ്രൈ ഏരിയ, ഈ സൈഡ് വെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് പാർട്ടീഷനും കാര്യങ്ങളും സെറാമിക് ആക്സറീസ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഒരു അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആണ്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? ഇതൊരു അപ്രോക്സ് ഒരു 290 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഒരു 290 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബെഡ്റൂമിന്റെ ഇന്റീരിയർ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇതിന്റെ ടൈൽസും കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഇതിന്റെ ഇനാഗ്രേഷൻ രീതിയിൽ ഒരാളും കൂടെ ഉണ്ട്. ടൈലിലൊരു കാര്യമുണ്ട്, നമ്മൾ വുഡ് പാനലിംഗ് ചെയ്യുന്നുണ്ട്. വുഡ് പാനലിംഗ് ഉള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ടൈൽസ് ചെയ്യുന്നത്. നമുക്കൊരു 5 ഡേയ്സിൽ ഇപ്പൊ പ്രോജക്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ ടൈൽ മാറ്റുകയാണോ ഇനി? അല്ല, നമ്മൾ ഇതിന്റെ മുകളിൽ ചെയ്യും. ഓക്കെ, അപ്പം ഓൾറെഡി പ്ലാൻ ചെയ്തു. അപ്പം ക്ലയന്റ് മാറ്റാൻ പറഞ്ഞ? അല്ല, ആദ്യമേ നമ്മള് 3D അനുസരിച്ചിട്ട് ക്ലയന്റ് വുഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേ അത് ചെയ്യുന്നുള്ളൂ. ഒരു 5 ഡേയ്സും കൂടിയേ ഉള്ളൂ പ്രോജക്റ്റ്, അതിൽ ഫുള്ള് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ നോർമലി ഫസ്റ്റ് ഇത് ഫുള്ള് ലേ ചെയ്തായിരുന്നു ടൈൽ. ആഫ്റ്റർ ദാറ്റ് വീണ്ടും 3D കാണിച്ചു ഈ ഒരു ഡിസൈൻ വെച്ച്. അതെ. സോ അപ്പൊ ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈൻ വെച്ചിട്ട് 3D കാണിച്ചപ്പോൾ പിന്നെ വേറൊരു കാര്യം, എന്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ 3Dയിൽ നിങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ചിട്ടായിരിക്കും. പിന്നെ ഒരു ലാൻഡ് തന്നു കഴിഞ്ഞാൽ, മറ്റേ ഗാരേജിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ലാൻഡ് തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീടിന്റെ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ, പിന്നെ ഇതിന്റെ ഇലക്ട്രിക്കല്, പ്ലംബിങ്, എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്കിവിടെ എന്ത് വർക്ക്സ് ആണെങ്കിലും ഇപ്പൊ പെയിന്റിംഗ് അടക്കം നമ്മൾ പെയിന്റിംഗ് ഒന്നും ആദ്യം ചെയ്യുന്നുണ്ടായില്ല. അപ്പം ക്ലയന്റിന് പിന്നെ വേറൊരു ആളെ ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മൊത്തം നമ്മൾ തന്നെ ചെയ്യും. എന്ത് ചെറിയ മൈന്യൂട്ട് വർക്ക് ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മളെ കൈ നാളെ ഇട്ടിട്ടാണെങ്കിലും ചെയ്യും, അല്ലെ അവർക്ക് സോഴ്സ് ഔട്ട് ഇട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഓക്കെയാണ്. എന്താണെങ്കിലും ഒരു കസ്റ്റമറിന് എന്താണോ വേണ്ടത് ആ സംഭവം നമ്മൾ തന്നിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ കൊടുത്തിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു റൂമിന്റെ വിശേഷം. അപ്പൊ ബാക്കിയുള്ള കുറച്ച് കാര്യം ഇത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീഷൻ വീഡിയോ നമുക്കൊരു എന്തായാലും കംപ്ലീഷൻ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും വേറൊരു സ്ഥലത്ത് ഒരു മരത്തിന്റെ അടിയിലോ തണലിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലോ പോയിരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ ഇപ്പൊ ആക്ച്വലി നമ്മുടെ ഫുൾ ടീം വന്നിട്ടില്ല, ഇനി ഒരാൾ വരാനുണ്ട്. അപ്പൊ ഫുൾ ടീമിനെ വെച്ച് നമ്മൾ ഇതിന്റെ കംപ്ലീഷൻ ഫുള്ള് കഴിഞ്ഞിട്ട് ഇതിന്റെ പാലുകാച്ചൽ വീഡിയോ ഒക്കെ നമ്മൾ അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് എന്താ പറയാ,
ബേസിക് ആയിട്ട് ഈ റൂമിനെ പറ്റി പറയാനുള്ള ബാക്കിയുള്ള കുറച്ച് കാര്യം പുറത്തുള്ള കുറച്ച് വർക്കിന്റെ കാര്യം ഡീറ്റെയിലും എല്ലാം കൂടെ പണിക്കാർ പണിയുന്ന സ്ഥലം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ നല്ല രീതിക്ക് പണിത് വരുന്നുണ്ട്. 6 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്യാമറ അമ്പുജൻ ക്യാമറയും കൊണ്ടും ഞാൻ ഈ ബൈക്കും കൊണ്ട് ചെന്നാൽ അടിക്കും അവന്മാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈന്റിന്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു വീഡിയോയും കാര്യങ്ങളും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇനി കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി ഇതിന്റെ കംപ്ലീഷൻ വീഡിയോ നമ്മൾ ഫുൾ മാസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ താന്തൂർ സ്റ്റോണിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്ത് ഇപ്പോൾ പുതിയ വീടുള്ളവർക്ക് ഫ്രണ്ടിൽ ഇതേപോലെ സ്റ്റോൺ ചെയ്യാനുള്ള ഒരുപാട് റിക്വയർമെന്റ്സും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഫുൾ വർക്കായിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്ന മതിലിൻ്റെ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ കാർപോർച്ചിൻ്റെ വർക്ക് ചെയ്യുമോ, ഒരു റൂമിൻ്റെ ഇൻറ്റീരിയർ വർക്കായിട്ട് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു കാർപോർച്ച് പണിയണമെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പം താന്തൂർ സ്റ്റോൺ വെച്ചിട്ടുള്ള നമുക്ക് ലേയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട നമ്മുടെ ഭായിമാരെല്ലാം വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ കംപ്ലീഷൻ വീഡിയോയിൽ നമ്മൾ ഇതിനിടെ പുല്ലൊക്കെ വെക്കത്തില്ല, ഇതിനിടെ പുല്ലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ വീടിന്റെ ഒരു ലുക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് ഹെലിക്യാമൊക്കെ ആയിട്ട് വന്ന് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം വീടിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ വർക്ക് കാണിക്കുക എന്നുള്ളതല്ല. നമ്മളിങ്ങനെ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. സോ ഇപ്പം ഏകദേശം വർക്കുകൾ, മുറ്റത്ത് ഇന്റർലോക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട്, അകത്ത് ഇന്റീരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പൊടി ഭയങ്കരമാണ്. അപ്പം അമ്പുജന് ക്യാമറ പൊടിയാകും എന്നൊരു കൺസേൺ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ അകത്ത് പണിക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത് കൊണ്ടും പിന്നെ നമുക്കിത് എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എക്സ്ട്രാക്ട് ചെയ്ത് പറയാം, ഒരുപാട് വലിച്ചു നീട്ടണ്ട എന്നൊരു പോയിന്റ് അമ്പുജൻ പറഞ്ഞതുകൊണ്ടും ഞങ്ങൾ ഏകദേശം ഇതൊന്ന് ചുരുക്കാം എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് ദുബായിലാണ് അല്ലേ? അപ്പം ദുബായിൽ എത്ര വർഷമായിട്ടുണ്ട്? ദുബായിൽ ഒരു 6 years ആയി. 6 വർഷമായിട്ട് ദുബായിൽ നമ്മൾ കമ്പനി നടത്തുന്നുണ്ട്. എത്ര ക്ലയൻസ് കാണും മൊത്തത്തിൽ, അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്ത് കാണും മൊത്തത്തിൽ? ഇപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ പറയുകയാണെങ്കിൽ തന്നെ ഒരു 30+ ക്ലയൻസ് ഉണ്ട് സ്ഥിരം. അവരുടെ റെഗുലർ എല്ലാ വർക്ക്സും ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ദുബായ് ഗവൺമെന്റിന്റെ പ്രോജക്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ MRന്റെ അടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. MR ഷെയ്ഖിന്റെ കമ്പനി, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബിൽഡേഴ്സ് അവരാണ്. അവരുടെ സബ് കോൺട്രാക്ട് എടുക്കാറുണ്ട്. പിന്നെ വില്ല പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാർജ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം പിന്നെ വേറെ കമ്പനികൾ കമ്പനി പറയുകയാണെങ്കിൽ ഫലുദ നേഷന്റെ വർക്ക്സ് ഞങ്ങളാ ചെയ്യുന്നത് ദുബായില്. പിന്നെ യമ്മി ഫ്രൈഡ് ചിക്കൻ, പിന്നെ ബാക്കിയൊക്കെ അവിടെയുള്ള ബ്രാൻഡ്സ് ആണ്. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ബുർജ് ഖലീഫന്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു പ്രീമിയം ചോക്ലേറ്റ് റീസെല്ലേഴ്സ് ഉണ്ട്. അവരുടെ വർക്ക്സ് ഞങ്ങളാ ചെയ്യാറ്. ഓക്കെ. അപ്പം ദുബായിൽ ഏകദേശം ദുബായിലുള്ള ക്ലയന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് കാണിച്ചു തരാൻ ഒരുപാട് എന്താ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ അത്രയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് നമുക്ക് കിട്ടിയത്. ഇതല്ല, നമ്മൾ ബാംഗ്ലൂർ ഓഫീസ് ഇടേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ഓഫീസ് ഇടാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, ബാംഗ്ലൂര് നമ്മുടെ പാർട്ട്ണർ ജീവന്റെ കെയർ ഓഫില് നമുക്കൊരു ക്രിസ്തു ജയന്തി എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട്. ജയന്തി എന്ന് പറയുന്ന കോളേജ് ക്രിസ്തു ജയന്തി കോളേജിന്റെ ഇപ്പം അത്യാവശ്യം വർക്ക്സ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ ബേസിലാണ് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് മെയിൻലി വന്നത്. ഓക്കെ. അപ്പം ബാംഗ്ലൂർ ഓഫീസ് ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു ജയന്തി കോളേജിന്റെ വർക്കാണ്. അപ്പൊ അവിടെ ഏകദേശം പുതിയ അറിയാലോ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ ഇങ്ങനെ പുതിയ ക്യാമ്പസ് വർക്ക്സ് ചെയ്യുന്നുണ്ട്. പഴയ ക്യാമ്പസിൽ റെനോവേഷൻ ഉണ്ട്. പിന്നെ ഇപ്പം 3-4 പ്രോജക്ട്സ് അവിടെ കംപ്ലീറ്റഡ് ആണ്. ഇപ്പം സ്റ്റിൽ 3-4 മുകളിൽ ജീവൻ ഇപ്പൊ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഒരു പാർട്ണർ അവിടെ ആണുള്ളത്. അപ്പൊ ഞങ്ങൾ മൊത്തം 3 പേരാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 3 മാസം മുന്നേ ക്രിസ്തു ജയന്തി കോളേജിലൊക്കെ പോയി സ്റ്റാറ്റസ് ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു പഠിക്കാൻ പോയാണോ കണക്ട് ചെയ്യാം. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ ഒരു 6 മാസമായിട്ട് ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം, നമ്മുടെ ഉള്ള ക്ലയൻസിന്റെ വർക്കുകൾ എങ്ങനെ തീർത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ട്, അതായത് പുറത്ത് ചെയ്യുന്നതല്ലാതെ ഇവിടെ ഉള്ള ബാക്കിയുള്ള പണിക്കാരെ അറേഞ്ച് ചെയ്യുക, അതുപോലെ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുക, അതുപോലെ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയം ഇന്റീരിയർ മെറ്റീരിയൽസ് ഇവിടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓടിയില്ലേ? അത്യാവശ്യം നല്ല ഓട്ടം ഓടി. കാര്യം സാധാരണ ദുബായില് പല കാര്യങ്ങളിലും തീരെ കോംപ്രമൈസ് ഇല്ല. അപ്പോൾ അവിടെ പെയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ജോട്ടൻ തന്നെ വേണമെന്ന് പറയും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഏഷ്യൻ ബർജർ, അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. പിന്നെ AC വേണമെങ്കിൽ ബ്ലൂ സ്റ്റാർ വേണം, അല്ലെങ്കിൽ ഡൈക്കൺ വേണമെന്ന് പറയും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഓഫർ കിട്ടുന്ന എന്താണോ ക്വാളിറ്റി ആണ് ഞങ്ങൾ കൂടുതൽ നോക്കുന്നത്. കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ റെഡി അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റിലുള്ള വർക്ക്സ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ദുബായിലെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്തുകൊണ്ടിരുന്ന ക്ലയൻസ് എല്ലാവരും പൈസ അല്ല വിഷയം. നമുക്ക് വർക്ക്, അതായത് വേറെ ഒന്നല്ല, ഒരു വീട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ വീടിന്റെ കാര്യമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഗ്യാരേജിന്റെ ആണെങ്കിൽ ഞാൻ പറയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം, ഏരിയ അനുസരിച്ചാണ്. പക്ഷെ നമ്മൾ വീടൊക്കെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ആയുസിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അത് മാക്സിമം വൃത്തിയായിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ലാൻഡ് വന്ന് കണ്ട് അവിടെ 3D കാര്യങ്ങളെല്ലാം കാണിച്ച്, അതായത് നമ്മൾ കാണിക്കുന്ന വിഷ്വലിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വർക്കും കാര്യവും വരുന്നത്. നമ്മൾ നിങ്ങളുടെ റിക്വയർമെന്റ്സ് ചോദിച്ചിട്ട് അതിലെന്താണോ വേണ്ടത് അതിനനുസരിച്ച് 3D കാണിച്ചു തരും. അതിൽ എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു തരും. അതിനുശേഷം മാത്രമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എല്ലാം നിങ്ങളെ ക്ലയൻസ് എന്താണോ വേണ്ടത് അതിനനുസരിച്ച്. അപ്പം ഞാൻ ഗ്യാരേജ് തുടങ്ങിയ സമയത്താണ്
ഇവര് ദുബായിൽ പരിപാടി തുടങ്ങിയത്. അപ്പൊ ദുബായിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ ഒരു ക്വാളിറ്റി ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്രിസ്തു ജയന്തി കോളേജിലും നമുക്ക് വർക്ക് കിട്ടിയത്. ഈ ഒരു വീടിന്റെ വർക്ക് ആയിക്കോട്ടെ, അതുപോലെ ഒരു 3-4 വർക്ക് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ താഴെ നമ്പറും കാര്യം കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ട്രസ്റ്റ് മീ, നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തില്ല. നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ നമുക്ക് എത്രയും ബെസ്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ ചെയ്തു തരാൻ പറ്റുമോ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ കേരളത്തിലല്ല, ഇപ്പൊ നമുക്ക് ബാംഗ്ലൂർ ഓഫീസ് ഉണ്ട്, തമിഴ്നാട്ടിൽ ചെയ്തു കൊടുക്കാം, കേരളത്തിൽ ചെയ്തു കൊടുക്കാം. അതായത് നമുക്കൊരു മഹാരാഷ്ട്രയ്ക്ക് ഇപ്പുറത്തോട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മേലേക്ക് ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ടീം സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. നിലവിൽ ഈ ഒരു 3-4 സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് നമ്മൾ ഡെവലപ്പ് ആയിരിക്കുകയാണ്. സോ കേരളത്തിൽ ഇപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് വെൽവോക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്സിന്റെ പോസ്റ്റും കാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ അത്യാവശ്യം നല്ലൊരു കൺസ്ട്രക്ഷൻ, അതായത് ഇന്റീരിയർ എല്ലാം ചെയ്യുന്ന ഒരു ടീമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ കാര്യങ്ങളോ വെക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് അതായത് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സോ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീടിന്റെ ഫുൾ വർക്ക് തീർന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസിനും കാര്യത്തിനും, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റെഫറൻസോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.